നാഗേന്ദ്രനെ തല്ലിച്ചതച്ച് ആദർശ്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പത്തരമാറ്റിൽ നമുക്ക് ഇനി കാണാനായിട്ട് കഴിയുന്നത് ആദർശും നാഗേന്ദ്രനും നേർക്കുനേർ വരുന്ന മുഹൂർത്തമാണ്, കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. അതായത് നമ്മുടെ നാഗേന്ദ്രനാണെങ്കിൽ ആദർശിൻ്റെ മുൻപിൽ നിന്നും ഓടി മറയുമ്പോൾ മാളവികയെ രക്ഷിച്ച് ആദർശാണെങ്കിൽ നാഗേന്ദ്രൻ്റെ മുൻപിലേക്ക് വന്നെത്തുമ്പോൾ നാഗേന്ദ്രൻ ആകെ പേടിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നാഗേന്ദ്രനോട് ആദർശ് പറയുന്നുണ്ട്, എടോ താൻ ഇനിയും എൻ്റെ വഴിയിൽ കയറി വരരുത്, കുറുകെ വരരുത്. വന്നു കഴിഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ ഞാനൊരു അന്തിമ വിധി പുറപ്പെടുവിക്കും. ആ അന്തിമ വിധി പുറപ്പെടുവിക്കുമ്പോൾ താൻ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന് ആദർശ് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നാഗേന്ദ്രൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, തന്നെ ഞാൻ തല്ലാത്തത് വേറൊന്നുകൊണ്ടുമല്ല എന്ന് പറയുമ്പോൾ, നീ ഒന്ന് പോടാ, നിനക്ക് എന്നെ ഭയമാണ്, അതുകൊണ്ടാണ്. എന്നെ തൊട്ടാലുണ്ടല്ലോ മൂർത്തി ജ്വല്ലറിയെയും അനന്തമൂർത്തിയെയും ഞാൻ തകർക്കുമെന്ന് പറയുമ്പോൾ ആദർശിൻ്റെ കയ്യിൽ നിന്നും പോകുന്നു. ആദർശ് ഒരൊറ്റടി നാഗേന്ദ്രൻ്റെ കരണത്ത് കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും. കൂട്ടുകാരെ, പ്രേക്ഷകർ